evening, Trivandrum. Good evening, everybody. Thanks a lot for making it today evening. This is our after our 9th edition, we have come to Kerala. 9 times we have done it before, and first time it was in Dubai. We did it 9 times there. And after that, 2 times in Doha and 1 time in Bahrain. And right now, we have reached Kerala, Trivandrum. And this is to honor all the people who actually strive to make a difference in the last year. All these people who are around you, just take a look around and please give them a big round of applause because they are indeed what we call heroes. ഇത് ഇവയിലുള്ളൊരു അവാർഡല്ല, ഇത് കേരളത്തിൽ ഒരാൾക്ക് നൽകുന്ന അവാർഡാണ്. ദ ഫൗണ്ടർ, സെക്രട്ടറി ആൻഡ് മാനേജിംഗ് ട്രസ്റ്റി ഓഫ് ഗാന്ധി ഭവൻ കേരള ഡോക്ടർ സോമരാജനാണ് അടുത്ത അവാർഡ് നൽകി നമ്മൾ ആദരിക്കുന്നത്. വീഡിയോ പ്ലീസ്. Dr. Punalur Somar Rajan, founder, secretary and managing trustee, Gandhi Bhavan International Trust, Kerala. എൻ്റെ 12ാമത്തെ വയസ്സിൽ എനിക്ക് എൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടു. ഒരമ്മയുടെ സ്നേഹത്തിനും പകരം വയ്ക്കാനാവാത്ത വാത്സല്യത്തിനുമായി ദാഹിക്കുമ്പോഴും ഉപേക്ഷിക്കപ്പെട്ട അനേകം അച്ഛനമ്മമാർ വിഷമിക്കുന്നത് ഞാൻ കണ്ടു. ഒരിക്കൽ 85 വയസ്സുള്ള പരിക്ഷീണയായ ഒരമ്മയെ ഞാൻ കണ്ടുമുട്ടി. ദുഃഖിതയായ ആ അമ്മയെ ഞാൻ എന്നോടൊപ്പം എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അന്ന് ഞാൻ സമാധാനമായി ഉറങ്ങി. അവിടെ തുടങ്ങി എൻ്റെ ഈ ജീവിതയാത്ര. കേരള എഡിഷൻ വേദിയിൽ വെച്ച് താങ്കളെ ഈ വേദിയിൽ അംഗീകരിക്കാൻ, താങ്കളെ ഈ വേദിയിൽ ബഹുമാനിക്കാൻ കിട്ടുന്ന ഈ അവസരം ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ അനിൽ, അദ്ദേഹത്തിന് അവാർഡ് നൽകി ആദരം അറിയിക്കുന്നത്. ഡോക്ടർ സോമരാജനെ ഹൃദയപൂർവ്വം, സ്നേഹപൂർവ്വം, ബഹുമാനപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സർ, പ്ലീസ്. കുറച്ച് സമയം നമ്മളോടൊപ്പം വേദിയിൽ ചെലവഴിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. സോമരാജൻ സർ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടാത്തൊരു വ്യക്തിത്വമാണ്. ഉറപ്പായും ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ പരമോന്നത ബഹുമതി കൊടുത്ത് ആദരിച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹം. കേരളശ്രീ ഡോക്ടർ സോമരാജൻ സർ. ഗാന്ധി ഭവന്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളെ കുറിച്ചുമൊക്കെ നമുക്ക്. ഗാന്ധി ഭവൻ ഒരു അഭയകേന്ദ്രത്തിന് അപ്പുറമായി എല്ലാ മേഖലയും ചേർത്ത് പിടിച്ചുകൊണ്ട് ജനപങ്കാളിത്തത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. ഒരു അമ്മ പോലും ഉപേക്ഷിക്കപ്പെടരുത്. അച്ഛനമ്മമാരെ നമ്മുടെ സമൂഹം വീട്ടിൽ തന്നെ കരുതലോടെ സംരക്ഷിക്കണം എന്നുള്ള ഈ സന്ദേശ പ്രചാരണവുമുണ്ട്. എന്നാലും ഒറ്റപ്പെട്ടു പോകുന്ന ഒരാൾ പോലും പ്രയാസപ്പെടരുത് എന്ന കരുതൽ, അത് കുട്ടികളായാലും വയോജനങ്ങളായാലും ഭിന്നശേഷിയുള്ളവരായാലും മാനസിക അസ്വാസ്ഥ്യമുള്ളവരായാലും കിടപ്പ് രോഗികളായാലും അവരെ പരിപാലിക്കുക, അവരെ കഴിയുന്നത്ര സഹായം നൽകുക, ജനപങ്കാളിത്തത്തോടു കൂടി ജനങ്ങളുടെ ഇടയിലേക്ക് സാമ്പത്തികം ആവശ്യപ്പെട്ടു പോകാതെ എത്തിച്ചു തരുന്ന ആ സാമ്പത്തികം അത് വളരെ സുരക്ഷിതമായി സുതാര്യമായി പങ്കുവയ്ക്കുക എന്നുള്ളൊരു ദൗത്യമാണ് ഗാന്ധി ഭവൻ ഏറ്റെടുക്കുന്നത്. ഈ പ്രയാസപ്പെടുന്നവരെ ശുശ്രൂഷിക്കുന്നതിൽ ലോകത്തെ 1ാം സ്ഥാനത്തുള്ള ഒരു മാതൃകാ സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാനത്തെ മാറ്റണമെന്ന് ഗാന്ധി ഭവൻ ആഗ്രഹിക്കുന്നു. ഈ പുരസ്കാരം എൻ്റെ പ്രിയ സഹോദരൻ
ശ്രീ ലിയാക്കത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഈ മഹനീയമായ അംഗീകാരം ഗാന്ധിഭവൻ്റെ ചരിത്രത്തിലെ ഗാന്ധിഭവൻ്റെ പ്രവർത്തന വേഗതയ്ക്ക് ഗാന്ധിഭവൻ്റെ സത്യത്തിനുള്ള ഒരു മൂല്യമായി കാണുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. താങ്ക് യു.